ഞാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും. ആ ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറും എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ തട്ടി പറയാൻ പറ്റണം, വിശുദ്ധ ബലി അത് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ഒരു തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ, സ്വസ്ഥത നമ്മിൽ നിന്ന് ഒരല്പം വിട്ടു നിൽക്കും. ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്ന് ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കും, പരിശുദ്ധ ദിവ്യകാരുണ്യം ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കും എന്ന് തീരുമാനിക്കുന്നുവോ, അന്നു മുതൽ നമുക്കൊരുപാട് തടസ്സങ്ങളുണ്ടാകും. ശാരീരികമായ അസ്വസ്ഥതകൾ, പിറ്റേ ദിവസം ശക്തമായ മഴയായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചേക്കും. ഇവയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, എന്ത്, നീ എടുത്ത തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ സാത്താൻ ഇഷ്ടപ്പെട്ടത്. അവൻ പണി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അവനെതിരെയുള്ള ശക്തമായ ആയുധമായ ജപമാല കയ്യിലേന്തി പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മുട്ടി നിന്ന് അവളെയും കൂട്ടി ക്രിസ്തുവിലേക്ക് ഒട്ടി നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.